പുള്ളി മുറുക്കി തുപ്പിയിട്ടൊക്കെയാണ് കഴിക്കണേ. എന്നിട്ടാണ് ഇതൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഞാൻ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, വെറുതെ ഹൈപ്പ് മാത്രമുള്ള യൂട്യൂബേഴ്സ് പറയണത് കണ്ടോ. വായെന്നൊക്കെ ഒലിച്ചിട്ടാണ് ആൾ നിൽക്കണേ. ഫുഡിന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയണില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പോയ്സൺ കിട്ടാൻ അത്രയും വൃത്തിയില്ലാതെ വെക്കുന്ന ഒരു കടയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ്. ഫുൾ ചിക്കൻ്റെ ഫുഡുകളാണ് കേട്ടോ. മെഹനു എങ്ങനെയുണ്ട്? ഈ റൊമാല് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്ന് പിടിക്കാം, മനസ്സിലല്ലേ? ഇതിങ്ങനെ മുക്കുക, ഓരോന്ന് പിടിക്കാം, കഴിക്കാം. കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലവരൊക്കെ മദ്യം കഴിച്ച് പറ്റായിട്ടുണ്ടാവും, ഇത് ചിക്കൻ കഴിച്ച് നിങ്ങൾക്ക് പറ്റാൻ പറ്റും. നിങ്ങൾ വിചാരിക്കും ഇവിടം വരെയൊക്കെ വഴി ഉണ്ടാവുള്ളൂ. ഇവിടം വരെ ഒന്നല്ല, അങ്ങോട്ട് ഉള്ളിലേക്ക് അന്തറിൽ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മെഹന് ഇവിടെ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ തുണിക്കട കയറിയൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ ഇരിക്കുമ്പോ. മെഹന് ഇവിടുന്ന് സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാരിയാണ് നമ്മൾ വാങ്ങിച്ചത്. നാട്ടിൽ നോക്കുമ്പോൾ നമ്മൾ 15 തോന്നിക്കും, വെറും 5000 4000 ഒക്കെ വരുള്ളൂ. നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ച് 2000 പറഞ്ഞ സാധനം 1300 അത്രയൊന്നും ഉണ്ടാവില്ല, അതിനൊക്കെ വില കുറവായിരിക്കും. ഈ ഡ്രസ്സ് കണ്ടില്ലേ, ഈ ഡ്രസ്സ് മാക്സിമം പോയി ഇവിടെ 4000 5000 വരത്തുള്ളൂ കേട്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. വരുന്ന വഴി റോഡേ കാണാനില്ല. ഈ പൊല്യൂഷനുള്ള കാരണം നമ്മൾ തന്നെയാണ്, നമ്മളല്ല, ഇവിടുത്തെ മനുഷ്യന്മാരാണ്. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്ത് ഭാഗ്യവാനാണ് കേരളത്തിൽ ജനിച്ചത്. കേരളം ശരിക്കും റിയൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. അപ്പൊ അങ്ങനെ നമ്മള് സരോജിനി നഗർ എത്തിയേക്കാണ്. അതെ, നമ്മൾ കേരളത്തിൽ നിന്ന് ഒരു ചാക്കായിട്ട് വന്നേക്കണേ. ഇത് ഡൽഹിയിൽ നിന്ന് 2 വർഷം മുമ്പ് വാങ്ങിച്ച ചാക്കാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് കൊണ്ടുവന്ന എല്ലാ പ്രാവശ്യം ഇതുപോലത്തെ ചാക്കുകൾ വാങ്ങിക്കുന്നുണ്ട്. 3-4 ചാക്ക് വീട്ടിൽ തന്നെ ഉണ്ട്. ഇന്ന് സരോജിനി നഗർ മാത്രമല്ല, നമ്മൾ ഇന്ന് വീട്ടിലേക്ക് വാങ്ങിക്കാനുള്ള സാധനങ്ങൾ എവിടെ നിന്നൊക്കെ വാങ്ങിക്കണമെന്ന് ഞാൻ പറഞ്ഞു. വഴിയോരെ കച്ചവടക്കാർ ഇവിടെ കുറെ ഉണ്ടാവും. നിങ്ങൾ ഇവിടെ നിന്നൊന്നും വാങ്ങിക്കണമെന്നില്ല, ഉള്ളിൽ നല്ല കളക്ഷൻസ് കിട്ടും. ഇതുപോലത്തെ ഡ്രസ്സുകൾ 100 രൂപയുള്ളൂ. മെഹന് ഒരു 3 വാങ്ങിച്ചിട്ടുണ്ട്. മെഹന് സരോജിനി നഗർ ഞാൻ ഒരിക്കലും ആൺപിള്ളേർക്ക് സജസ്റ്റ് ചെയ്യില്ല. ഇവിടെ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ്. കാരണം സ്ത്രീകളുടെ ഡ്രസ്സും ആക്സറീസ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത്. മെഹന അവിടെ മൊത്തം സൈഡും കാര്യങ്ങളും എടുത്തോണ്ടിരിക്കുക. 50 രൂപയുള്ള ഏതെടുത്താലും 50 രൂപ. ഇവിടെ കുറെ ക്രീമും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാ. അതൊക്കെ ഒറിജിനലൊന്നല്ല, അവൾ ആ സ്ലൈഡ് കാര്യങ്ങളാണ് എടുക്കണേ. സരോജിനി നഗർ എത്തിയും പോലില്ല, അപ്പോഴേക്കും ചാക്ക് നിറഞ്ഞു തുടങ്ങി. ഇത് എത്ര മേനു? 100 മെഹന എടുത്തേക്കട നോക്ക് സ്ലൈഡുകൾ. ഇതൊക്കെ നാട്ടിൽ വരുമ്പോ ഒടുക്കത്ത റേറ്റ് ആണ് കേട്ടോ. എന്തേനി ഭയ്യ ഞാൻ ബ്ലോഗ് ബനാന. അപ്പൊ അതെ ഭയ്യ ബ്ലോഗ് ചെയ്യാൻ സമയക്ക് ഇവിടെ വെച്ചിട്ടേക്ക് പോട്ട് ഞാൻ ബെൽറ്റ് വാങ്ങിയാതെ വേറെ ഒന്നുമില്ല, ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിനൊന്നും. ചാക്ക് വീണ്ടും തുറന്നു, അതിലേക്ക് എടുത്തിടാ, 100 രൂപ കൊടുക്കുക. സോക്സ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സോക്സ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ്, കാരണം നമുക്ക് കോടതിയിൽ പോകാറുണ്ട്. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. ഇതുവരെയായിട്ട് നമ്മൾ സരോജിനി നഗർ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞോളൂ വഴിയൊന്നും വാങ്ങിക്കേണ്ടത്. മെഹനെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നേ, ഈ സ്ത്രീകൾക്ക് എന്തോരം സാധനങ്ങൾ വാങ്ങിക്കാൻ. മേക്കപ്പ് ബോക്സ്, ഇതവിടെ വേറെ മേക്കപ്പ് ബോക്സ്, അതിൻ്റെ ഒരു സുഹൃത്തിന് കൊടുക്കാൻ വേണ്ടി മെഹന് വാങ്ങിക്കുന്നതാണ് കണ്ടോ. അങ്ങനെ നമ്മൾ സരോജിനി മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മള് സരോജിനി നഗറിൽ നിന്ന് നേരെ ചാന്ദിനി ചോക്കിലേക്ക് വന്നേക്കാം. സരോജിനി നഗറിൽ നിന്ന് ഒരു ലോഡ് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് റൂമിൽ വെച്ചു. ഇനി ചാന്ദിനി ചോക്ക് വന്നേക്കാം. ചാന്ദിനി ചോക്ക് എന്തിനാണ് വന്നേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയാണ് നിങ്ങൾക്ക് കല്യാണ പാർട്ടി വെയേഴ്സ് എല്ലാം കിട്ടുന്നത്. ചെക്കനും പെണ്ണിനേക്കും അണിഞ്ഞൊരുങ്ങി പോകാൻ വേണ്ടി കിഡിലൻ ഡ്രസ്സുകൾ അഫോർഡബിൾ റേറ്റിൽ കിട്ടും, അത് നല്ല ക്വാളിറ്റിയിൽ. ഇതുപോലത്തെ കടകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇവിടെ ഒന്നും വാങ്ങിക്കാൻ പാടില്ല. ഈ റോഡ് സൈഡിൽ ഇങ്ങനെ വാങ്ങിക്കാൻ പാടില്ല. നിങ്ങൾ റോഡ് സൈഡിലല്ല വാങ്ങിക്കേണ്ടത്, ഇവിടെ കത്തിയേക്കും. നിങ്ങൾ വാങ്ങിക്കേണ്ട സ്ഥലം ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇതിന്റെ ഉള്ളേരിയയിൽ കുറെ ഉണ്ടാവും, അവിടെ നിന്നാണ് വാങ്ങിക്കേണ്ടത്. കണ്ട ഇതുപോലത്തെ കല്യാണ റിസപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഉണ്ടാവും കേട്ടോ. ഈ റോഡ് സൈഡിൽ നിന്ന് ഇതുപോലെ ഉള്ളിലേക്ക് ഏരിയാസ് ഉണ്ടാവും. ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് നേരെ കയറിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിസ്സാര റേറ്റിന് കിട്ടും. നിങ്ങൾ വിചാരിക്കും ഇവിടം വരെയൊക്കെ വഴി ഉണ്ടാവുള്ളൂ. ഇവിടം വരെ ഒന്നല്ല, അങ്ങോട്ട് ഉള്ളിലേക്ക് അന്തറിൽ കയറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിസ്സാര രൂപയ്ക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്താൽ കിട്ടുന്നതാണ്. റോഡ് സൈഡിൽ അങ്ങനെ കിട്ടില്ല. ഇവിടെ വണ്ടിയോ കാറോ ഒന്നും പോകില്ല. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഡ്രസ്സസും കാര്യങ്ങളാണ്. എന്താ അടിപൊളി ഡ്രസ്സസ് ആണ്. നിസ്സാര രൂപയ്ക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ കിട്ടും. റിസപ്ഷന്
പെൺകുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കുറേ ഡ്രസ്സസ് ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടേക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കാം. 1000 3000 സ്റ്റാർട്ടിങ്. ഇവിടെ 3000 സാധനങ്ങൾ കിട്ടും എന്ന് പറയണേ. പക്ഷെ അത് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിസ്സാര രൂപയ്ക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ കയറി പോവാം. നമ്മൾ വിചാരിക്കും വഴി എൻഡ് ചെയ്തു, വഴിയൊന്നും എൻഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ കയറി അങ്ങോട്ട് പോവാ. നിങ്ങൾ പോണ്ടോടത്തൊക്കെ പൊക്കോളൂ. ഇത് മൊത്തത്തിൽ മാർക്കറ്റാണ് കേട്ടോ. നമ്മളിവിടെ സാരിയുടെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തത്തിൽ സാരിയാണ്. മെഹൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. പണ്ടത്തെ തുണിക്കട കയറിയൊരു ഫീലിംഗ് ആട്ടോ ഇവിടെ ഇരിക്കുമ്പോ. മെഹൻ ഇവിടുന്ന് സാരികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ റെഡ് സാരിക്ക് വരുന്നത് 1400 ആക്കിയാന്ന് പറയണേ. ഇത് 1200. അപ്പോ ഇതൊക്കെയും വില പേശി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെയുണ്ട് ഇവിടുത്തെ സാരി? നല്ലതാ, പക്ഷേ വില കറക്റ്റ് ആണോന്ന് അറിയില്ല. 1200 നാട്ടിലെത്ര വരും? അതെനിക്കറിയില്ല. സാരി വാങ്ങിക്കാൻ ഓറഞ്ച് ഇപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. अलग देखते और देखते हाँ ये 2000 हाँ 2000 ब्लाउज किधर ब्लाउज इधर ये ब्लाउज हाँ पल्ला हेवी ब्लाउज जाल. നമ്മള് വാങ്ങിച്ചത് ശ്രീകൃഷ്ണ സാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ നിങ്ങൾ കയറി നോക്കുക, ഇഷ്ടപ്പെട്ടാണ് വാങ്ങിക്കുക. അത്രയുള്ള ഈ സാരിയാണ് നമ്മൾ വാങ്ങിച്ചത്. മെഹനുവിന് ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക്? ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അറിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അപ്പൊ ഇവിടെ കുറെ പാർട്ടി വയേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നാട്ടിൽ നോക്കുമ്പോ നമ്മള് 15 തോന്നിക്കും. വെറും 5000 4000 വരുള്ളൂ. അത്ര മാത്രമുള്ള നിങ്ങൾ വില പേശിക്കോളൂ കേട്ടോ. അപ്പൊ അങ്ങനെ ഇവിടെ കുറെ പാർട്ടി വയേഴ്സ് ഉണ്ട്. നമ്മള് വില പേശുന്നതിനനുസരിച്ച് ഇവിടെ വില കുറഞ്ഞോണ്ടിരിക്കും കേട്ടോ. നമ്മള് ഇവിടെ നിന്ന് വാങ്ങിച്ച് 2000 പറഞ്ഞ സാധനം 1300. അത്രയൊന്നും ഉണ്ടാവില്ല, അതിനൊക്കെ വില കുറവായിരിക്കും. സാരി അലക്കിയ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അലക്കി കഴിഞ്ഞ വല്ല ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഞാൻ ഒരു വ്ളോഗ് ചെയ്യാം. ഡാമേജ് ഇല്ലെങ്കിൽ വ്ളോഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ കേട്ടോ. ഈ ഡ്രസ്സ് കണ്ടില്ലേ? ഈ ഡ്രസ്സ് മാക്സിമം പോയി ഇവിടെ 4000 5000 വരത്തുള്ളൂ കേട്ടോ. അതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെ വേറെ മാർക്കറ്റ് ഉണ്ടാവും. ഇവിടെ വണ്ടിയൊന്നും കയറുന്നില്ല. ചെറിയ റിക്ഷാസ് മാത്രം കയറുള്ളൂ, സൈക്കിൾ റിക്ഷ. വേറെ ഒന്നും കയറില്ല. ഇവിടെ ഇങ്ങനത്തെ മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം കിട്ടും. കല്യാണത്തിനുള്ളത്, മറ്റേ കയ്യിൽ ഇങ്ങനെയൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആണ് ഇവിടെ വരുന്നത്. മൊത്തം അങ്ങനത്തെ ഒരു മാർക്കറ്റ് ആട്ടോ. മെഹനു ആണ് ഡ്രസ്സ് വാങ്ങിച്ച. മെഹനുവിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. എങ്ങനെയുണ്ട് ഈ സാധനം? നാട്ടിലെ അപേക്ഷിച്ച് എങ്ങനെയാ? നാട്ടിലെ അപേക്ഷിച്ച് നല്ല വില കുറവില് നല്ല കളക്ഷൻസ് ഇവിടെ നിന്നാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. സരോജിനിയില് ക്വാളിറ്റിയുടെ കാര്യം നമുക്ക് ഉറപ്പറയാൻ പറ്റില്ല. ചന്ദ്രി ചോക്കിലെ പാർട്ടി വേഴ്സ് അത്യാവശ്യം നല്ല കടകൾ കുറയ്ക്ക് അടച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ രാവിലെ തന്നെ വരാം. അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. പർച്ചേസിന് മാത്രമായിട്ട് വന്നാൽ മതി. പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറേ ബുട്ടീക്ക് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. അവരെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അവർ പർച്ചേസ് ചെയ്തിട്ട് ചെറിയ മിനിക്ക് പണികൾ ചെയ്തിട്ടാണ് കൂടുതൽ പ്രൈസിന് നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ നടക്കുന്നൊരു വഴി നോക്കി നിങ്ങൾ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ. കടകളൊക്കെ അടച്ചു തുടങ്ങി. കണ്ട, ഇതാണ് സംഭവം. ഇപ്പൊ ഒരു ഇരുട്ടായി. ഇവിടെ നിന്ന് നേരെ നടക്കണം. ഇതൊക്കെ ഇങ്ങനെ തേടി തേടി പിടിച്ചു പോയി കഴിഞ്ഞാൽ, ഉള്ളിലേക്ക് പിടിച്ചു പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റുന്നില്ല. അത് വേറെ കാര്യം. നമ്മൾക്ക് നല്ല സാധനങ്ങൾ നിസ്സാര രൂപയ്ക്ക് കിട്ടും. മെഹനോ, പേടിയാവുന്നുണ്ടാ? ഇവിടെ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും എത്ര ജനസംഖ്യ ഉണ്ടെന്നും മനസ്സിലാവും. ഇതുപോലത്തെ ഇടവഴി കൂടെ പോകുമ്പോഴാണ്. ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ അറിയാം ഓവർ പോപ്പുലേഷൻ ആണ്. എന്തോരം ആൾക്കാരാന്ന് പറയും ഇന്ത്യയില്. ചാന്ദിനി ചോക്കിൽ നിന്ന് വന്നു. ഇത് ജമാ മസ്ജിദ് ആണ്. ജമാ മസ്ജിദിന്റെ ഫുഡ് ഏരിയ കാണിച്ചു തരാം. ഇതിനെ തൊട്ടടുത്ത് ഫുഡ് സ്ട്രീറ്റുകളാണ് കേട്ടോ. ഇവിടെ കുറെ ഡിഷസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഈ ജമാ മസ്ജിദ് ഏരിയ. ഫുഡിന് ഞാൻ ഗ്യാരണ്ടി ഒന്നും പറയണില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഗ്യാരണ്ടി എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് പോയ്സൺ കിട്ടാൻ അത്രയും വൃത്തിയില്ലാതെ വെക്കുന്ന ഒരു കടയാണ്. ഇതൊക്കെ പിന്നെയും വൃത്തിയുണ്ട് കേട്ടോ ഈ കടകളൊക്കെയും. നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കുറെ പേര് ഇരിക്കുന്നത് കാണാൻ പറ്റും. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലവർക്കും ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാം. അതിനാണ് ഇവരിവിടെ ഇരിക്കുന്നത്. ഫേമസ് ചിക്കൻ ഷോപ്പാണ് കേട്ടോ. ആ പുള്ളി മുറുക്കി തുപ്പിയിട്ടൊക്കെയാണ് ഇരിക്കണേ. എന്നിട്ടാണ് ഇതൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത്. ഞാൻ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല, വെറുതെ ഹൈപ്പ് മാത്രമുള്ള യൂട്യൂബേഴ്സ് പറയണത് കണ്ടോ. വായെന്നൊക്കെ ഒലിച്ചിട്ടാണ് ആള് നിൽക്കണേ. മുഹമ്മദ് ഖാ ഷർബത്തിന്റെ ഒറിജിനൽ ആള് ഈ പുള്ളിയാണ് കേട്ടോ. ഈ പുള്ളിയുടെ നിങ്ങൾ കഴിക്കണ്ട കേട്ടോ. പുള്ളി ആണ് എപ്പോഴും നമ്മളിവിടെ കാണുന്നത്. നിങ്ങൾ ജമാ മസ്ജിദിന്റെ അവിടേക്ക് വരാണെങ്കിൽ ഈ കടയിലൊന്ന് കയറിക്കോ കേട്ടോ. അൽ യാമിൻ
അടിപൊളി കടയാണ്. ഫുഡ് ബ്ലോഗേഴ്സ് ആരും ഇതിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്തിട്ടില്ല, കാരണം ഇവർക്ക് അറിയില്ല. ഇവർ ഈ കണ്ട ഹിന്ദിക്കാരുടെ ബ്ലോഗ് കണ്ടിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇവിടുത്തെ ലോക്കൽസിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കട പറഞ്ഞു. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 രൂപ, 670 രൂപ, അതായത് 9 ഐറ്റം, 8 ഐറ്റം, 9 ഐറ്റംസ് ഒക്കെയാണ്. ഇത് വാങ്ങിച്ചാൽ മതി, ഇതാണ് ലാഭം. ഇപ്പൊ നിങ്ങൾ ജമാ മസ്ജിദിന്റെ അവിടേക്ക് വരാണെങ്കിൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഐറ്റം ട്രൈ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി ഫുഡാണ് ഇവിടെ. ഞാൻ മുൻപ് കഴിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് പറയണേ. കേരളത്തിലെ വ്ളോഗേഴ്സ് ഇവിടെ ചെയ്തേക്കുന്നത് കുറവാണ്. ഞാൻ എങ്ങനെയാണെന്ന് അറിയോ പെട്ടത്? ഞാൻ ഇവിടെ കുറെ കടകൾ ഇങ്ങനെ വ്ളോഗ് കണ്ടിട്ട് ഞാൻ കയറി ചെന്ന് കഴിച്ചിട്ടുണ്ട് മുൻപ്. അത് മെഹനുവിനെ ഞാൻ കഴിപ്പിച്ചിട്ടുണ്ട് ഭക്ഷണങ്ങളെല്ലാം. എന്നിട്ട് മെഹനു പറഞ്ഞു നമുക്ക് ഇവിടുത്തെ ലോക്കൽസിന്റെ അടുത്ത് ചോദിക്കാം, നല്ല ഫുഡ് അവിടെ നിന്ന് കിട്ടണേന്ന്. അങ്ങനെ അന്നൊരു കുറച്ച് തടിച്ചിട്ടുള്ള ഒരു പയ്യൻ പറഞ്ഞു അല്ലിയാമിന് പോയി മസ്ത് എന്ന് പറഞ്ഞു. തടിച്ചിട്ടൊരു പയ്യൻ പറഞ്ഞല്ലേ മസ്ത് മസ്ത് പറഞ്ഞല്ലേ. അന്ന് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചു, അടിപൊളിയായിരുന്നു. ഞാൻ എന്നിട്ട് കുറെ പേരുടെ അടുത്ത് സജസ്റ്റ് ചെയ്തു. ശോഭിച്ചാണ്ടില്ലേ ജിതിച്ചാട്ട ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടമായി, അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം ഇതൊന്നും കഴിക്കാനൊന്നും പാടില്ല കേട്ടോ. സ്ഥിരം കഴിച്ചു കഴിഞ്ഞാൽ പട്ടിപ്പും. പിന്നെ നന്നായി ഹൈജീൻ നോക്കണവര് ഇവിടേക്കൊന്നും വരേണ്ട ആവശ്യമില്ല. ഈ ഏരിയ മൊത്തം ഹൈജീൻ കുറവാണ്. ഉള്ളയിലുള്ള ഒരു കടയാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ്, ഫുൾ ചിക്കന്റെ ഫുഡുകളാണ് കേട്ടോ. ഇതിവിടെ റൊട്ടിയുണ്ട്. മെഹനു എങ്ങനെയുണ്ട്? അപ്പൊ നമുക്കിത് കഴിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ അടിപൊളി ഫുഡാണ് കേട്ടോ. ഒന്ന് കഴിച്ചേ, എങ്ങനെയുണ്ട് മെഹനു? സൂപ്പർ അല്ലേ? ഇവിടെ വന്ന് കഴിഞ്ഞാൽ ചിക്കന്റെ എല്ലാ സാധനങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. കിട്ടണം ടേസ്റ്റാണ്. ഇവിടെ ബട്ടർ ചിക്കനും എല്ലാം ഉണ്ട് കേട്ടോ. ഇത് മുൻപ് ട്രൈ ചെയ്തതാണ്. ഫിഷ് നമ്മൾ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യണത്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഫിഷും ഒന്നും പറയല, കിട്ടില്ല. അപ്പൊ ജമാ മസ്ജിദിന്റെ അവിടെ വരുമ്പോ കുറെ അസ്ലാം ബട്ടർ ചിക്കൻ അങ്ങനെ കുറെ ഉണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട. ഖുറൈശി കബാബ് അടിപൊളിയാണ്. പിന്നെ ഇത് അൽയാമി, അത് കിട്ടിയില്ല, ഒന്നും പറയല. ഖുറൈശി കബാബിന്റെ അവിടെ സെപ്പറേറ്റ് സാധനങ്ങളാണ്. നിങ്ങൾക്ക് 670 രൂപ കൊടുക്കുകയാണ് ഞാൻ 2 പേർക്ക്. ഇത് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാം. 670 രൂപ കൂടുതൽ പ്രൈസ് ഒന്നുമല്ല. ഇത് ഇങ്ങനെ എടുക്കാം, ഈ റൊമാല് ഇങ്ങനെ എടുത്തിട്ട് ഓരോന്ന് പിടിക്കാം, മനസ്സിലല്ലേ? ഇതിങ്ങനെ മുറുക്ക, ഓരോന്ന് പിടിക്കാം, കഴിക്കാം. ഇതിലെ എക്സ്പീരിയൻസ് ആയിരിക്കും. ഫുഡ് ലവേഴ്സ് എന്തായാലും ഈ സ്ഥലം ഇഷ്ടപ്പെടും. ഇതൊന്ന് കഴിക്കാൻ അറിയാതെ ഇവിടെ കിളി മാറിയിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് വേലും? കിട്ടിയതല്ലേ? അങ്ങനെ ഒരു പൊരിഞ്ഞ യുദ്ധമായിരുന്നു ഇത്. നോക്കിയേ, കഴിച്ചങ്ങോട്ട് കിളി മാറി. ചിലവരൊക്കെ മദ്യം കഴിച്ച് പറ്റാണ്ടാവും, ഇത് ചിക്കൻ കഴിച്ച് നിങ്ങൾക്ക് പറ്റാൻ പറ്റും. അതാണ് സംഭവം. അത്രയ്ക്കും ഫുഡാണ്, ഗംഭീരം, ഒന്നും പറയാനില്ല. ഇവിടെ ഭയങ്കര തിരക്കാ. നമ്മൾ വന്നിട്ട് ഒരു 5 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്യണം. രാവിലെ വന്നാൽ അത്രയും തിരക്കൊന്നുമില്ല തുറക്കണ സമയത്ത്. ഇനി ഞാൻ ജമാ മസ്ജിദിലെ ഷൂ എവിടെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷൂകളെല്ലാം കിട്ടുന്നത് ജമാ മസ്ജിദിന്റെ അടുത്താണ്. അവിടെ നിന്ന് നോക്കി വാങ്ങിക്കുക. ഒറിജിനൽ ഒന്നും ആയിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഞങ്ങൾ റൂമിൽ നിന്ന് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. വരുന്ന വഴി റോഡേ കാണാനില്ല. എന്ത് സൂക്ഷിച്ചാന്നറിയോ ഡ്രൈവർ വണ്ടി ഓടിച്ച്, അമ്മാരി അവസ്ഥയിലാണ്. ഇവിടെ മൊത്തത്തില് പുകഞ്ഞിരിക്കുക, മൊത്തത്തില് പുകയാണ്, ഒന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഫോഗും കാര്യങ്ങളാണ്, പൊല്യൂട്ടഡ് ആണ്. ഈ പൊല്യൂഷനുള്ള കാരണം നമ്മൾ തന്നെയാണ്, നമ്മളല്ല, ഇവിടുത്തെ മനുഷ്യന്മാരാണ്. ഞാൻ ഇതൊക്കെ കാണുമ്പോൾ ആലോചിക്കുന്നത് ഞാൻ എന്ത് ഭാഗ്യവാനാണ് കേരളത്തിൽ ജനിച്ചത്. കേരളം ശരിക്കും റിയൽ ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്. കാരണം നമ്മുടെ ക്ലൈമറ്റ് ആണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. നമ്മളത് നശിപ്പിക്കുന്നില്ല. സത്യം പറയാൻ കേരളത്തിൽ ജനിച്ചത് തന്നെ ഏറ്റവും വളരെ ഭാഗ്യമായിട്ട് കാണണേ. അത് ഈ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അതിന്റെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ യാത്ര അവസാനിച്ചു. ഇനി പുതിയ യാത്രകളായിട്ട് ഇനി നമുക്ക് കാണാം. അപ്പൊ ഈ ചാലക്കുടി കാരണവക ബൈ.